Hey guys! So as I promised, നമ്മൾ ക്രിസ്മസ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഈ വീഡിയോന്റെ ഫസ്റ്റ് ഒരു 8.5 മിനിറ്റ്സ് വന്നിട്ട് നമ്മുടെ ക്രിസ്മസ് ഈവ് ആണ്. ആൻഡ് റെസ്റ്റ് ഓഫ് ദ വീഡിയോ ഞാൻ ഒരു 1 വീക്ക് മുന്നേ ഒരു യൂറോപ്യൻ ക്രിസ്മസ് മാർക്കറ്റിൽ പോയിരുന്നു. സോ അതാണ് ആ വീഡിയോ. സോ ഇത് രണ്ടും കൂടി ചേർന്ന് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു, ആസ് എ ക്രിസ്മസ് സീരീസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ ഗീവ് അവേന്റെ 3ാമത്തെ വീഡിയോ ആണ് ഗൈസ്. ഈ 3 വീഡിയോസിൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഓൾസോ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സോ ഈ 2 ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യുന്നവരായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ December 31 ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് എനിക്കിത് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോസിന് വീണ്ടും ഞാൻ ഗീവ് അവേ വെക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. And let's see how we enjoyed our Christmas night. Let's see that. Hi guys. അപ്പോൾ ഈ റെഡിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നത്തിങ് ബട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ. അങ്ങനെ സെലിബ്രേഷൻ ഒന്നുമില്ല, ക്രിസ്മസ് ആയിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് ക്രിസ്മസിന്റെ തലേ ദിവസമാണ്, 24th നൈറ്റ്. ആൻഡ് ഇതെങ്ങനെയുണ്ട് ഗൈസ്? രസമുണ്ടോ? ഞാൻ ഏതോ റീല് കണ്ടതാ. സോ കൊറിയയിൽ എൻ്റെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് റെഡൊക്കെ ഇട്ടിട്ട് പോവാണ്. രസമുണ്ട് ഔട്ട്ഫിറ്റ്. സോ ഞാൻ പോകുന്നത് ഗങ്വാമുൻ മാർക്കറ്റിലാണ്. സോ അവിടെ ക്രിസ്മസ് മാർക്കറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് റീലിലൊക്കെ കണ്ടത്. ഇനി പോയാലേ അറിയുള്ളൂ കറക്റ്റ് എങ്ങനെയാണ് അവിടെ ഉള്ളതെന്ന്. സോ പോയിട്ട് നമുക്ക് കണ്ടാലോ. ഇപ്പോ വി ആർ ഗോയിങ് ടു കളക്ട് സ്റ്റാമ്പ്സ് ടു റൈഡ് ഇൻ ദിസ്. പക്ഷെ അതൊരിക്കലും ഒരു ഈസി ടാസ്ക് അല്ല ഗൈസ്. ഇത്രയും വലിയ ക്യൂ ആണ്. അത്രയും ആൾക്കാരാണ് ക്രിസ്മസ് ഈവിന്റെ അന്ന് ഈ ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുള്ളത്. കൊറേ ലൈൻ നിന്ന് ഫൈനലി എത്താനായി. കുറച്ച് മുന്നിലാണ് ഗൈസ്. അവിടെ ഇങ്ങനെ കുറെ സ്റ്റാൾസ് വെച്ചിട്ടുണ്ട്. കുറെ ക്യൂട്ട് സാധനങ്ങളും നല്ല വിലയുണ്ട്. ഞങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് ഇയറിങ്സ്, പിന്നെ ക്രിസ്മസ് ഗിഫ്റ്റ്സ്, അങ്ങനെ നിറയെ ക്യൂട്ട് സാധനങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് അവിടെ. ആൻഡ് ദെൻ ഐ അണ്ടർസ്റ്റുഡ്, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കൊറിയയില് ഒരു കപ്പിൾസ് ഫെസ്റ്റിവൽ ആണ് ഗൈസ്, മോർ ദാൻ എ ഫാമിലി ഫെസ്റ്റിവൽ. നമ്മൾ കൂടുതലും നിറയെ കപ്പിൾസിനെയാണ് കണ്ടത് അവിടെ. ഞങ്ങള് പിന്നെ ഈ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നിന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഈ ഒരു സാന്റാക്ലോസിനെ നോക്കി എന്തൊരു ക്യൂട്ടായിട്ടാ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യണത്. പെർഫെക്റ്റ് കൊറിയൻ സാന്റാക്ലോസ്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നിന്നില്ല, വലിയ ക്യൂ ആയിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. ഞങ്ങൾ എടുത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ സ്റ്റാമ്പ് കളക്ട് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നു. ഇവിടെയൊക്കെ പോയി എങ്ങനെയോ അവസാനം ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അതിൽ കയറാൻ പോവാണ്. പിന്നെ വിശപ്പിന്റെ വിളി വന്നു ഗൈസ്. അങ്ങനെ നേരെ അടുത്തുള്ള മോംസ് ടെക്സ് എന്ന് പറഞ്ഞ കടയിൽ കയറിയിട്ട് ഫ്രൈഡ് ചിക്കൻ വാങ്ങി. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ആണ് അവിടുത്തെ. പിന്നെ നമ്മുടെ അവിടുത്തെ ഓണത്തിന് പള്ളിപ്പെരുന്നാളിനൊക്കെ ഉണ്ടാവണ പോലത്തെ ഈ കളർ ബലൂണും ഹൈഡ്രജൻ ബലൂണും ഒക്കെ ഇവിടെയുണ്ട്. അതൊക്കെ കണ്ടപ്പോ ശരിക്കും നാട്ടിലെ പൂരൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവൻ കുറെ പേരുണ്ടായിരുന്നു സാന്റാക്ലോസിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്രിസ്മസ് വൈബായിരുന്നു ഈ സ്ഥലം. പക്ഷെ ഭയങ്കര ഫ്രീസിങ് കോൾഡ് ആയിരുന്നു ഗൈസ്. തണുത്തിട്ട് ഗൈസ്. 너의 모습 잊으려더라는 내 눈가에
잊을 밤을 들 പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു, വേറൊരു ക്രിസ്മസ് ട്രീയും നിറയെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ശരിക്കും എനിക്ക് നമ്മളവിടത്തൊക്കെ പള്ളിപ്പെരുന്നാളൊക്കെ ഉണ്ടാവില്ല ആ ഒരു ഫീല്, നിറയെ ബലൂണും തഞ്ഞി മിഠായി ഒക്കെ വെച്ചിട്ട്. പക്ഷെ ഇവർക്ക് ഇത്രയും ലൈറ്റ്, എന്തോരം ലൈറ്റാന്ന് അറിയോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട്. നേരിട്ട് ആ ക്രിസ്മസ് ട്രീ നോക്കിയ കേക്ക് പോലെയൊക്കെയാ വെച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടുന്ന് നിങ്ങൾ അധികം ഫോട്ടോ ഒന്നും എടുത്തില്ല, കാരണം ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ ആ ജാക്കറ്റൊക്കെ ഒന്നും ഊരാനൊന്നും പറ്റില്ല, അത്രയും തണുപ്പത്താണ്. കാരണം ഇപ്പൊ ഈ ഒരാഴ്ച കൊറിയയിൽ ഭയങ്കര തണുപ്പാണ് ഗൈസ്. ശരിക്കും ആ വിന്ററിന്റെ ഒരു സ്ട്രോങ് വിന്റർ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. തണുപ്പ് കൂടി വരിക ഡേ ബൈ ഡേ. അങ്ങനെ പിന്നെ ഞാൻ ഈ ക്യൂട്ട് അവര് ഫോട്ടോ എടുക്കുന്നത് കണ്ടായിരുന്നു. ആൻഡ് ഷി വാസ് സോ ക്യൂട്ട് ഗൈസ്. ആൻഡ് പിന്നെ നിങ്ങൾ ചിലപ്പോൾ റീലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ലാൻറ്റേൺസ് വെച്ചിട്ട് കൊറിയയിലെ ക്രിസ്മസിന് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങളത് നോക്കിയപ്പം കൊറിയയിലെ ഹിസ്റ്ററി ഓൾസോ എനിക്ക് മനസ്സിലായത് പഴയ ആൾക്കാരിൽ നിന്ന് എങ്ങനെയാണ് ഇവോൾവ് ആയത് എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ ക്യൂ ഒക്കെ നിന്ന് ഫുൾ അതൊക്കെ കാണാനായിട്ട് നടക്കുകയായിരുന്നു. ആൻഡ് ഇറ്റ് ടേൺ സോ ബ്യൂട്ടിഫുൾ ഗൈസ്. ഈവൻ കിഡ്സിനുള്ള ഫൺ ആക്ടിവിറ്റീസ് വരെ പബ്ലിക് പ്ലേസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഫെൽറ്റ് സോ ഗുഡ് സീയിങ് ദാറ്റ്. സോ ഇങ്ങനെയാണ് ഗൈസ്, സ്ട്രീറ്റ് ഫുൾ ആൾക്കാരാണ്. ഇന്ന് ക്രിസ്മസ് ഈവ് ആയതുകൊണ്ട് ഭയങ്കര വൈബ്രന്റ്, നല്ല രസമുണ്ട്. പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് ആ വഴിയൊക്കെ ഇങ്ങനെ പോലീസിന്റെ വണ്ടി നിർത്തിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആൾക്കാർക്ക് സേഫ് ആയിട്ട് നടക്കാം, എൻജോയ് ചെയ്യാം. പിന്നെ ഞങ്ങൾ ഒരു പീനട്ട് സ്നാക്ക് വാങ്ങി, നല്ല രസമുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് കൊറിയന്ന് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്രെഡാണ്, സ്വീറ്റ് ബ്രെഡ്. അതിൻ്റെ ഉള്ളിൽ ഈ പീനട്ട് ഇങ്ങനെ നിറച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പീനട്ടാ, സ്വീറ്റ് ആൻഡ് നൈസ്. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് കൊറിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐസ് സ്കേറ്റിംഗ് ആണ്. പിന്നെ അത്ര സാഹസത്തിനൊന്നും നിന്നില്ല, നമുക്ക് കണ്ടാ മതി, പോയി വീണാലോ. ആൻഡ് ഗൈസ്, ദ ഫ്രൂട്ട് ഇസ് പ്ലം. ക്രിസ്മസിന് ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് ഞങ്ങൾ യൂറോപ്യൻ മാർക്കറ്റിൽ പോയി. ആൻഡ് പോയപ്പോ അവിടെ ഫുൾ ഫുഡ് സ്റ്റോൾസ് ആണ്, പല പല യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള അവരുടെ ഒത്തന്റിക് ഫുഡ്. അതാണ് അവിടുത്തെ മെയിൻ. പിന്നെ കുറച്ച് സോങ്, ഡാൻസ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ക്രിസ്മസ് ട്രീയിൽ വിഷ് എഴുതിയിട്ട് തൂക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇവിടെ ക്രിസ്മസിന്. നമ്മൾ എന്തെങ്കിലും ഒന്ന് വിഷ് ചെയ്തിട്ട് അവരൊരു കാർഡ് തരും, അതിൽ നമുക്കത് എഴുതിയിട്ട് ഈ ട്രീയിൽ നമുക്കത് ഹാങ് ചെയ്യാം. ഞാനും സൊനാലിയും അത് എഴുതിയിട്ട് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇവിടുത്തെ മ്യൂസിക്, ഡാൻസ് ഒക്കെ കണ്ടിട്ട്
ഞങ്ങൾ എന്തൊക്കെ ഫുഡാണുള്ളത് നോക്കാനായിട്ട് പോയി. അങ്ങനെ ഒരറ്റത്തുകൂന്ന് അങ്ങ് തുടങ്ങി ഗൈസ്. കാരണം അവിടെ ഫുൾ ഫുഡ് സ്റ്റാൾസ് ആയിരുന്നു. പക്ഷെ ഭയങ്കര ക്രൗഡായിരുന്നു ചില ഫുഡ് സ്റ്റാൾസിൽ. പിന്നെ ചില സ്ഥലത്തൊക്കെ നമുക്ക് പലതരം മീറ്റുകളുണ്ട്, നമ്മൾ കഴിക്കുന്നതും കഴിക്കാത്തതൊക്കെ ഉണ്ട്. സോ അതൊക്കെ ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു, എവിടുന്ന് കഴിക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു ഡെസേർട്ട് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല ഡെസേർട്ട് അല്ലെങ്കിൽ നല്ല കേക്കൊക്കെ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ നോക്കി നടന്നപ്പോൾ നമ്മളൊരു കട കണ്ടുപിടിച്ചു. ആൻഡ് ദേ ഹാഡ് സോ മെനി വെറൈറ്റീസ് ഓഫ് കേക്ക്സ്. അപ്പോൾ ഞങ്ങളിതാ ഈ ഒരു സ്റ്റോറിൽ നിന്നാണ്, ഈ ഒരു കൺട്രിയിൽ നിന്നാണ് നമ്മൾ കേക്ക് വാങ്ങിയത്. ആൻഡ് ഞങ്ങൾ 2 വാങ്ങി. എന്നിട്ട് ഞങ്ങൾ ഇനി വേറെ എന്തെങ്കിലും വേണമെന്ന് നോക്കി എല്ലാ സ്റ്റോറിലും, ജോർജിയ ആൻഡ് ഓൾ ദോസ് സ്റ്റോഴ്സ്, അവിടെയൊക്കെ കൂടുതലും സോസേജസ് നിറയെ ഉണ്ടായിരുന്നു. പിന്നെ മീറ്റുകൾ നിറയെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രിങ്ക്സ്, വൈന്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കുറേ ഷോപ്പിൽ കണ്ടു. പിന്നെ ക്രൊയേഷ്യയിൽ ഇതേപോലെ എന്താ പറയുക, കേക്ക്, അങ്ങനത്തെ സ്വീറ്റ് സ്നാക്സ് ഒക്കെ ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ കൺട്രിയും അവരുടെ സ്പെഷ്യൽ കാര്യങ്ങളായിരുന്നു ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ കഴിച്ചു നോക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഭയങ്കര ഒരു ചോക്ലേറ്റ് കേക്കൊക്കെ കഴിക്കുമ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഔട്ട്സൈഡ് വന്നിട്ട് കുറച്ചൊരു ക്രിസ്പിയും ഉള്ളിൽ നല്ല ക്രീം ഫില്ലിങ്ങും ഉള്ള ഒരു കേക്കാണ്. ആൻഡ് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇഷ്ടപ്പെട്ടു. ബട്ട് ഭയങ്കര സോഫ്റ്റ്, നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ തൊട്ടാ സോഫ്റ്റ് ആവുന്ന അങ്ങനത്തെ കേക്കല്ല, വേറൊരു ടെക്സ്ചർ തന്നെയായിരുന്നു 2 കേക്കിനും. ബട്ട് ടേസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര റിയൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് സ്റ്റാർഫീൽഡ് ലൈബ്രറി, ഗംഗത്തിലുള്ള. അവിടെ ഫുൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആയിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫുൾ ലൈറ്റും സ്റ്റാറും ഡെക്കറേഷൻസും ഒക്കെ ആയിട്ട് അത്രയും ആൾക്കാരും ആണ് അവിടെ. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഫോട്ടോസൊക്കെ കാണാനായിട്ട് പറ്റും. സോ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. ഭയങ്കര ക്രിസ്മസി വൈബായിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റോർസും എല്ലാം ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഭയങ്കര റെഡ് ആൻഡ് നിറയെ ക്രിസ്മസ് ട്രീസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ലൈക്ക് കൊറിയയിൽ ഏകദേശം ഒരു 1 month മുന്നേ തന്നെ ഷോപ്സിലൊക്കെ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിലൊക്കെ ഇങ്ങനെ മുകളിൽ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര ഒരു ക്രിസ്മസ് വൈബ് ഒരു മന്ത് മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഈ മോളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹ്യുണ്ടായിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ പോലെ ഹ്യുണ്ടായിൻ്റെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുൾ നിറയെ ഭയങ്കര ലക്ഷറി ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഭയങ്കര എക്സ്പെൻസീവും ആണ് ആൻഡ് ഭയങ്കര ഒരു ലക്ഷറി ഫീലാണ് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ദെൻ വാട്ട് ഐ ഫൗണ്ട്, നമ്മൾ അവിടുത്തെ ഓട്ടോറിക്ഷ ഗൈസ്, നമ്മളെ നാട്ടിലെ ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം അത് കാണുന്നത്. ഇവിടെ അങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ല. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. അവർ നന്നായി ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര വില കൂടുതലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഡ്രൈഡ് നട്ട്സ്, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, മൊത്തത്തിലൊരു ഭയങ്കര ലക്ഷറി ഫീൽ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ കയറിയ വഴിയല്ല, വേറെ ഏതോ വഴിയായി പോയി. ഇറങ്ങിയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഗൈസ്, ഫുൾ ലൈറ്റ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഹിൻഡായിൻ്റെ തന്നെ ക്രിസ്മസ് ട്രീ ആണ്, കാരണം മുകളിലൊരു എച്ചൊക്കെ ഉണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ അതിൻ്റെ മുന്നിലും കുറച്ച് ഫോട്ടോ സെഷനൊക്കെ നടത്തിയതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഒരു ഐഡിയ ഉദിച്ചു. ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് ഉണ്ട്, ഗോ ടു മോൾ എന്ന് പറഞ്ഞിട്ട്. അതൊരു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ്. അവിടെ ഭയങ്കര ചീപ്പായിട്ടൊക്കെ നമുക്ക് ക്ലോത്ത്സ് കിട്ടും. ബാക്കി ഉള്ള സ്ഥലത്തിലൊക്കെ കമ്പയർ ചെയ്തിട്ട് ക്ലോത്ത്സ്, പിന്നെ ക്രിസ്മസ് റിലേറ്റഡ് നിറയെ ഷോപ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിലൊരു ഷോപ്പാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഭയങ്കര ക്രിസ്മസി, പക്ഷെ ഈ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയും ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ചീപ്പൊന്നും അല്ലായിരുന്നു.
അത്യാവശ്യം നല്ല പ്രൈസി ആയിരുന്നു ഇതെല്ലാം. കാരണം ഇപ്പൊ ക്രിസ്മസ് സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ എല്ലാ ട്രെൻഡിങ് സാധനങ്ങളും ഉണ്ടാവും. നമ്മൾ ഈ ക്രിസ്മസിന് എന്തൊക്കെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും ഗൈസ്. അത്രയും സാധനങ്ങളാണ് നൈസായിട്ടുണ്ടായിരുന്നു. ഒരു ഏരിയ മൊത്തം ഇങ്ങനത്തെ ക്രിസ്മസിന്റെ കടകളായിരുന്നു. പിന്നെ ഡ്രസ്സും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പിന്നെ ഞങ്ങൾ അധികം ഒന്നും നോക്കിയില്ലായിരുന്നു, കുറച്ച് ടൈം ആയിരുന്നു. അപ്പൊ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. Bye bye guys and Merry Christmas. Bye bye. See you in my next video.